എയർപോർട്ടിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഒഴിവ് തന്നെയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. AASL റിക്രൂട്ട്മെൻറ്റ് 2024 ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. 3256 ഒഴിവുകളാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. 29 ജൂൺ 2024 മുതൽ 12 ജൂലൈ 2024 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. www.aasl.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. പ്രായപരിധി എന്ന് പറഞ്ഞാൽ ടെർമിനൽ മാനേജർ, ഡെപ്യൂട്ടി ടെർമിനൽ മാനേജർ, ഡ്യൂട്ടി മാനേജർ, റാമ്പ് മാനേജർ, ഡെപ്യൂട്ടി റാമ്പ് മാനേജർ എന്നിവർക്ക് 55 വയസ്സും ഡ്യൂട്ടി ഓഫീസർക്ക് 50 വയസ്സും ജൂനിയർ ഓഫീസർ കാർഗോന് 37 വയസ്സും ജൂനിയർ ഓഫീസർ ടെക്നിക്കൽ, പാരാമെഡിക്കൽ കം കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവ്, യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാമ്പ് ഡ്രൈവർ, ഹാൻഡിമാൻ, യൂട്ടിലിറ്റി ഏജൻറ്റുകൾക്ക് 28 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ് അടുത്തത്. ഓരോ ക്വാളിഫിക്കേഷനുമുള്ള ഓരോ തസ്തികൾക്കുള്ള ക്വാളിഫിക്കേഷൻസാണ് നോക്കാൻ പോകുന്നത്. ടെർമിനൽ മാനേജർക്ക് ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ MBA ആണ് പറഞ്ഞിരിക്കുന്നത്. കൂടെ വർക്ക് എക്സ്പീരിയൻസ് കൂടെ ചോദിച്ചിട്ടുണ്ട്. പാസഞ്ചേഴ്സ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് വിത്ത് ആൻ എയർലൈൻസ് ഓർ എയർപോർട്ട് ഓപ്പറേറ്റർ ഓർ BCAS അപ്രൂവ്ഡ് ഗ്രൗണ്ട് ഹാൻഡ്ലർ appointed by any airport operator at any airport or in combination thereof എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെപ്യൂട്ടി ടെർമിനൽ മാനേജർക്കും ഗ്രാജുവേഷൻ ഓർ MBA വേണം. ഗ്രാജുവേഷൻ അല്ലെങ്കിൽ MBA ആണ് ചോദിച്ചിരിക്കുന്നത്. കൂടെ മുൻപ് പറഞ്ഞ പോലത്തുള്ള എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂട്ടി മാനേജർക്കും ഗ്രാജുവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാജുവേഷനാണ് ചോദിച്ചിരിക്കുന്നത്. കൂടെ മുൻപ് പറഞ്ഞ എക്സ്പീരിയൻസുകളും. ഡ്യൂട്ടി ഓഫീസർക്കും ഗ്രാജുവേഷൻ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. റാമ്പ് മാനേജർക്കും ഡിഗ്രിയാണ്, അല്ലെങ്കിൽ ഫുൾ ടൈം ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, പ്രൊഡക്ഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിലുള്ള ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ MBA ആണ് പറഞ്ഞിരിക്കുന്നത്. ഡെപ്യൂട്ടി റാമ്പ് മാനേജർക്ക് ഏതെങ്കിലും ഗ്രാജുവേഷനോ അല്ലെങ്കിൽ ഫുൾ ടൈം ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ, പ്രൊഡക്ഷൻ, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിലുള്ള ബിരുദമായിരിക്കണം, അല്ലെങ്കിൽ MBA ആണ് പറഞ്ഞിരിക്കുന്നത്. വർക്ക് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ടെർമിനൽ മാനേജർക്ക് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ MBA ആണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പീരിയൻസ് ഉണ്ട്. പാരാമെഡിക്കൽ കം കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിന് ഗ്രാജുവേഷൻ വിത്ത് ഡിപ്ലോമ ഇൻ നഴ്സിംഗ് ഓർ BSc നഴ്സിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷും ഹിന്ദിയും എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവിന് ഡിപ്ലോമ ഇൻ 3 വർഷത്തെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്രൊഡക്ഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഓട്ടോമൊബൈൽ റിക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, അല്ലെങ്കിൽ ITI വിത്ത് NCTVT സർട്ടിഫിക്കറ്റുമാണ് ചോദിച്ചിരിക്കുന്നത്. 3 വർഷത്തെ. മോട്ടോർ വെഹിക്കിൾ, ഓട്ടോ, ഇലക്ട്രിക്കൽ ഓർ എയർ കണ്ടീഷനിങ് ഓർ ഡീസൽ ഓർ മെക്കാനിക് ഓർ ബെഞ്ച് ഫിറ്റർ അല്ലെങ്കിൽ വെൽഡർ എന്നിവയുടെ NCTVT സർട്ടിഫിക്കറ്റാണ് ചോദിച്ചിരിക്കുന്നത്. കൂടെ HMV ലൈസൻസും കൂടെ ചോദിച്ചിരിക്കുന്നുണ്ട്. ട്രേഡ് സർട്ടിഫിക്കറ്റ്, ട്രേഡ് ടെസ്റ്റ് എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ്. ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ ലോക്കൽ ലാംഗ്വേജസ് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ട്. അടുത്തത് യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാമ്പ് ഡ്രൈവറാണ്. ഇതിന് 10ാം ക്ലാസ്സാണ് യോഗ്യത, അല്ലെങ്കിൽ SSC. 10ാം ക്ലാസ് യോഗ്യതയുള്ള ആർക്കും ഇത് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കും. കൂടെ HMV ലൈസൻസും പറഞ്ഞിട്ടുണ്ട്. ഇതിന് ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതിന്. അടുത്തത് ഹാൻഡിമാനാണ്. SSC ഓർ 10th സ്റ്റാൻഡേർഡാണ്. SLC ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയുമായിട്ടുള്ള ലോക്കൽ ലാംഗ്വേജസ് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. യൂട്ടിലിറ്റി ഏജൻറ്റുകൾക്ക് SSC അല്ലെങ്കിൽ 10ാം ക്ലാസ്സാണ് യോഗ്യത. ലോക്കൽ ലാംഗ്വേജായ ഹിന്ദി ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറയാനും സാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. SLC യോഗ്യതയുള്ളവർക്ക് നല്ലൊരു ജോലി ഒഴിവ് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഭാഷ അറിഞ്ഞൂടാ എന്ന് കരുതി നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കാതിരിക്കരുത്. അതൊക്കെ ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിയമനം. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ വഴി നിയമനമുള്ളത് കൊണ്ട് ഭാഷ നമുക്ക് ഇച്ചിരി അറിയില്ലെങ്കിൽ കൂടെ നമുക്ക് എങ്ങനെയെങ്കിലും അലിയസിലേക്ക് നമുക്ക് കയറാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. എന്തായാലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് അയക്കുക. 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത്. SC ST എക്സ് സർവീസ്മെന്നിന് ഫീസുകൾ ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. താങ്ക് യു.